അശാസ്ത്രീയ ചികിത്സാ രീതിയെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ്. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചിട്ട് അധികകാലമായിട്ടില്ല. ഇപ്പോഴിതാ മലപ്പുറം കാടാമ്പുഴ പാങ്ങിൽ ചികിത്സ ലഭിക്കാതെ 1 വയസ്സുകാരൻ മരിച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ്. ഹിറ ഹറീറ നവാസ് ദമ്പതികളുടെ മകൻ SN ഇർഹാനാണ് മരിച്ചത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് ആക്ഷേപം. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കൃത്യമായ ചികിത്സാ രീതിയും സംവിധാനവും ഉള്ളപ്പോഴും ആധുനിക ചികിത്സാ രീതിയോട് പലരും ഇപ്പോഴും വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. മലപ്പുറം പാങ്ങിലെ 1 വയസ്സുകാരൻ്റെ മരണവും വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. കോട്ടക്കലിലെ വാടക വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞു മരിച്ചത്. ഇന്ന് രാവിലെ കബറടക്കവും നടന്നിരുന്നു. കുഞ്ഞിന് നേരത്തെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് ആക്ഷേപം. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതി. എന്നാൽ കുഞ്ഞു പാല് കുടിച്ചതിന് പിന്നാലെ മരിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. വിഷയത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചിട്ടാണ് അവർ അറിഞ്ഞത്. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പോലെ വീട് പടിയാണ്, അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വന്നെന്നാണ് പറഞ്ഞത്. പാല് കൊടുത്തതിന് ശേഷമാണ് അസുഖമൊന്നും ഇല്ലായിരുന്നാണ് പറഞ്ഞത്. പെട്ടെന്നാന്നല്ലേ പറയണത്. അൽമാസിലെ ഡോക്ടറാന്നാണ് പറഞ്ഞത്. ആരോഗ്യവകുപ്പിന്റെ ഞങ്ങള് ജില്ലയിലേക്ക് അറിയിക്കും. കുഞ്ഞിന്റെ മാതാവ് അക്യുപങ്ചർ ചികിത്സകയും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തു വരികയും ചെയ്തിരുന്നു. മരിച്ച കുഞ്ഞിനെ പ്രസവിച്ചത് വീട്ടിലാണെന്ന് FBയിൽ 1 വർഷം മുൻപ് മാതാവ് ഹിറ ഹറീറ പോസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവിന്റെ മൊഴി കാടാമ്പുഴ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശാസ്ത്രീയമായ ചികിത്സാ രീതി പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. 1 വയസ്സുകാരൻ്റെ മരണത്തിലും ബാക്കിയാകുന്നത് ഈ സംശയം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ കൂടുതൽ വ്യക്തമാവും. സമീർ ബിൻ കരീം, 24 മലപ്പുറം.